അതിമനോഹരമായ ആ ഗ്രാമത്തിൽ സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു ബോബിയും ഭാര്യയും. പ്രകൃതിരമണീയമായ ആ ഗ്രാമത്തിലെ എല്ലാ ജനങ്ങളും സാധാരണക്കാരായിരുന്നു. കൂലിവേല ചെയ്തു ജീവിക്കുന്ന ആളുകളായിരുന്നു ബഹുഭൂരിപക്ഷവും. വളരെയധികം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുകയായിരുന്നു അവരെല്ലാവരും. ബോബി കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞു. മക്കളൊന്നും ഇതുവരെ ആയിട്ടില്ല. നേരം പുലർച്ചയ്ക്ക് തന്നെ ജോലിക്ക് പോകും. കൂടുതൽ ആളുകളോടൊന്നും സംസാരിക്കാത്തൊരു പ്രകൃതമായിരുന്നു ബോബിയുടേത്. നിഷ്കളങ്കനും സൽസ്വഭാവിയുമായിരുന്നു. ബോബിയുടെ ഭാര്യയാണെങ്കിൽ നാട്ടിൽ കുറച്ചൊക്കെ സാമൂഹ്യ പ്രവർത്തനമായി നടക്കുന്ന ഒരാളുമായിരുന്നു. ഒരുപാട് പേരുമായി ആ കാരണത്താൽ അവർക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. കാണുവാനും നല്ല സുന്ദരിയായിരുന്നു ബോബിയുടെ ഭാര്യ. സാമൂഹ്യ പ്രവർത്തനത്തിനിടയിൽ എപ്പോഴോ തൊട്ടടുത്തുള്ള ഗ്രാമത്തിലെ ഒരു യുവാവുമായി ബോബിയുടെ ഭാര്യ അടുപ്പത്തിലായി. പിന്നീട് ആ അടുപ്പം കൂടിക്കൂടി വന്നു. അവർക്ക് വേർപിരിയാനാവാത്ത അവസ്ഥയിലേക്ക് മാറി. രണ്ടുപേർക്കും വിവാഹം കഴിക്കണം എന്ന തീരുമാനത്തിൽ അവരെത്തുകയും ചെയ്തു. അവരുടെ ഇടയിൽ നിന്നും ബോബിച്ചായനെ എങ്ങനെ ഒഴിവാക്കും എന്നവർ പലകുറി ആലോചിച്ചു. അവസാനമായി അവരൊരു തീരുമാനത്തിലെത്തി. ബോബിച്ചായൻ എന്നും രാവിലെ ജോലിക്കൊരു ബൈക്കുമായിട്ടാണ് പോകാറുള്ളത്. ഒരു ദിവസം ബോബിച്ചായൻ രാവിലെ ബൈക്കുമായി ജോലിക്ക് പോകുവാനൊരുങ്ങി. അദ്ദേഹം കുറച്ചു മുന്നോട്ടു പോയപ്പോൾ പെട്ടെന്നൊരു പോലീസ് വാഹനം അദ്ദേഹത്തിന്റെ ബൈക്കിനെ കൈകാട്ടി നിർത്തിപ്പിച്ചു. പിന്നീട് ബൈക്കിന്റെ ഷീറ്റിന്റെ ഉള്ളിൽ നിന്നും ഒരു കവർ പോലീസ് എടുത്തു. ആ കവറിനകത്ത് ലഹരി മരുന്നുകളായിരുന്നു. ആരോ പോലീസുകാർക്ക് വിവരം കൊടുത്തതാണ് ഇന്നയാൾ ലഹരിയുമായി പോകുന്നുണ്ട് എന്ന്. അതുപ്രകാരമാണ് പോലീസുകാർ ബോബിച്ചായന്റെ വാഹനം പരിശോധിച്ചത്. 10 വർഷത്തിലധികം തടവ് കിട്ടുന്ന ശിക്ഷയാണ്. ഈ കവർ ബൈക്കിൽ എങ്ങനെ വന്നു? ബോബിച്ചായൻ കരഞ്ഞു പറഞ്ഞു, ഞാൻ വെച്ചതല്ല, ഇതാരോ വെച്ചതാണ്. ഞാൻ ലഹരി വിൽക്കുന്ന ആളല്ല. അയാൾ അട്ടഹസിച്ചു കരയുവാൻ തുടങ്ങി. ജീവിതത്തിൽ ഇതുവരെ ലഹരി കാണാത്ത ഒരു വ്യക്തി, ലഹരി ഉപയോഗിച്ചിട്ടുമില്ലാത്ത വ്യക്തി. പാവം ബേബിച്ചായൻ. പോലീസുകാർ അദ്ദേഹത്തെ സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുപോയി. കേസിന്റെ ഗൗരവം അയാളെ പറഞ്ഞു ധരിപ്പിച്ചു. അയാൾ സ്റ്റേഷനിൽ നിന്നും അട്ടഹസിച്ചു കരയുവാൻ തുടങ്ങി. ഇയാളുടെ ഈ കരച്ചിലിങ്ങനെ കേട്ടപ്പോൾ ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന് എന്തോ സംശയം തോന്നി. ഇയാളെ ആരെങ്കിലും മനഃപൂർവ്വം കേസിൽ കൊടുക്കുവാനുള്ള പദ്ധതിയാണോ എന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥന് സംശയം തോന്നി. പിന്നീട് ആ പോലീസ് ഉദ്യോഗസ്ഥൻ ബോബിച്ചായനോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞു. ഭാര്യയുമായുള്ള ആ യുവാവിന്റെ ബന്ധവും പോലീസുകാരോട് ബോബിച്ചായൻ പറഞ്ഞു. പിന്നീട് പോലീസുകാർ ഭാര്യയെ വിളിച്ചുവരുത്തി വിശദമായി ചോദ്യം ചെയ്തു. അപ്പോൾ അവർ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഞാൻ തന്നെയാണ് ബൈക്കിന്റെ സീറ്റിനുള്ളിൽ ലഹരി പദാർത്ഥങ്ങൾ ഒളിപ്പിച്ചത്. ആ യുവാവായിരുന്നു അവർക്കത് എത്തിച്ചു കൊടുത്തത്. ബോബിച്ചായനെ ലഹരി പിടിച്ചതിന്റെ പേരിൽ 10 വർഷം തടവിലിടുമല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സുഖമായി ജീവിക്കാം എന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. ഇതെല്ലാം കേട്ട ബോബിച്ചായനും പോലീസുകാരും അന്തം വിട്ടു നിന്നു. സ്വന്തം ഭർത്താവിനെ ഒഴിവാക്കുവാൻ വേണ്ടി ഭാര്യയും കാമുകനും കൂടിച്ചേർന്ന് നടത്തിയ പ്ലാനുകൾ ആ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ഇടപെടൽ മൂലം തകർന്നു. പിന്നീട് ഇവരെ രണ്ടുപേരെയും ജയിലിലിടുകയാണ് ചെയ്തത്. ബോബിച്ചായൻ വേറെ ഒരു കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുകയും ചെയ്തു. കൂട്ടുകാരെ, ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ഒരു സ്റ്റോറിയുമായി പിന്നീട് വരാം.